രോധിവാചാലം പങ്കും ലങ്കയരേഖിലും വ്യക്തിപാതമഹം വന്ദേ ശ്രീകുരുന്തരകാരണം ശ്രീചൈതന്യേശ്വരം പരമാനന്ദം വാഞ്ചാകൽപതരുദ്ദേശകിഭാസന്തുദേവ ച പവിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് തുടങ്ങുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല അഞ്ചാമത്തെ അധ്യായമാണ്. അഞ്ചാം അധ്യായത്തിന്റെ പേരാണ് നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം. അപ്പൊ അതിന്റെ ആമുഖം മുതൽ വായിക്കാം. അപ്പൊ ഇതില് ഈ ചാപ്റ്ററില് നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ അധ്യായം മുഖ്യമായും നിത്യാനന്ദ പ്രഭുവിന്റെ മൗലിക സ്വഭാവവും മഹിമാനങ്ങളും വിവരിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ നിരപേക്ഷ സത്യവും അവിടുത്തെ ലീലകൾക്ക് വേണ്ടിയുള്ള പ്രഥമ വിസ്തരണവും ബലരാമനുമാണ്. പരിമിതമായ ഭൗതിക ലോകത്തിന് മുകളിലാണ് ആധ്യാത്മിക ആകാശം അഥവാ പരമവ്യോമം. അതിൽ അനേകം ആത്മീയ ഗ്രഹങ്ങളുണ്ട്. അവയിൽ പരമോന്നതമായതിനെ കൃഷ്ണലോകം എന്ന് വിളിക്കുന്നു. ഈ ധാമത്തിന് ദ്വാരകയെന്നും മധുരയെന്നും ഗോകുലമെന്നും അറിയപ്പെടുന്ന 3 വിഭാഗങ്ങളുണ്ട്. ആ ധാമത്തിൽ ഭഗവാൻ സ്വയം 4 സമഗ്ര രൂപങ്ങളായി വിസ്തരിച്ചിരിക്കുന്നു. കൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞ അതീന്ദ്രിയ കാമദേവൻ, അനിരുദ്ധൻ, അവർ ചതുർവ്യൂഹം എന്നറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. അതായത് ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ എക്സ്പാൻഷനാണ് ബലരാമൻ. ആ ബലരാമിൽ നിന്നാണ് ചതുർവ്യൂഹം ഉണ്ടാകുന്നത്. അതായത് അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ. ഇത് ആദ്യത്തെ 4 വിസ്തരണങ്ങളാണ്. അപ്പൊ ഇതില് വേറൊരു കാര്യം പറയുന്നത്, ഭൗതിക ലോകത്തിന് മുകളിലാണ് ആധ്യാത്മിക ആകാശം നമുക്കറിയാം. അപ്പൊ അതില് അനേകം ആത്മീയ ഗ്രഹങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ അതില് ഏറ്റവും ഉന്നതമായതാണ് കൃഷ്ണലോകം എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ കൃഷ്ണലോകത്തില് ഇവിടെ പറയുന്നത് ദ്വാരക, മധുര, ഗോകുല എന്ന് 3 വിഭാഗമുള്ളതായിട്ട് പറയുന്നു. അപ്പൊ ഇതില് 4 വിസ്തരണങ്ങള് അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ. അപ്പൊ ആ സംഘർഷനിൽ നിന്നാണ് ആദ്യം കൃഷ്ണൻ, ബലരാമൻ നിന്നാണ് ചതുർവ്യൂഹം വികസനം വരുന്നത്. അതിൽ നിന്ന് വീണ്ടും സംഘർഷനിൽ നിന്നാണ് വീണ്ടും നാരായണൻ ഉണ്ടാവുന്നത്. ആ നാരായണിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ വിസ്തരണം, അതാണ് അനിരുദ്ധൻ, വാസുദേവൻ, മഹാസംഘർഷണൻ, പ്രദ്യുമ്നൻ. അങ്ങനെ അതിന്റെ എക്സ്പാൻഷൻ വരുന്നത്. ഇപ്പൊ കൃഷ്ണലോകത്തിൽ ശ്വേതദീപം അഥവാ വൃന്ദാവനം എന്നറിയപ്പെടുന്ന അത്യുത്കൃഷ്ടമായ സ്ഥലമുണ്ട്. ഇപ്പൊ കൃഷ്ണലോകത്തില് ശ്വേതദീപം അല്ലെങ്കിൽ വൃന്ദാവനമെന്നും അറിയപ്പെടുന്നു. ഓരോ വൈകുണ്ഠ ലോകത്തിലും ആദ്യത്തെ ചതുർവ്യൂഹത്തിൽ നിന്ന് വിസ്തരിച്ച ചതുർഭുജനായ നാരായണൻ സന്നിഹിതനാണ്. കൃഷ്ണലോകത്തിൽ ബലരാമനാണ് ആദി സംഘർഷണൻ. ഈ സംഘർഷം നിന്ന് വൈകുണ്ഠ ലോകങ്ങളിലൊന്നിൽ അധിവസിക്കുന്ന മഹാസംഘർഷൻ എന്ന നാമമുള്ള മറ്റൊരു സംഘർഷൻ വിസ്തരിക്കുന്നു. നിത്യമുക്തരായ ആത്മാക്കൾ വസിക്കുന്ന ആത്മീയ ലോകത്തിലെ സർവഗ്രഹങ്ങളും തങ്ങളുടെ അന്തരംഗ ശക്തിയാൽ പരിപാലിക്കുന്നത് മഹാസംഘർഷനാണ്. അവിടെ ഭൗതിക ശക്തിക്ക് സ്വാധീനം ഇല്ല. ആ ലോകത്തിൽ 2ാം ചതുർവിസ്തരണം സന്നിധമാണ്. വൈകുണ്ഠ ലോകങ്ങൾക്ക് വെളിയിലാണ് ബ്രഹ്മലോകം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണന്റെ അരൂപമായ ആവിഷ്കാരം. ബ്രഹ്മലോകത്തിന്റെ മറുവശത്ത്
കാരണസമുദ്രം സ്ഥിതി ചെയ്യുന്നു. കാരണസമുദ്രത്തിന്റെ മറുവശത്ത് അതിനെ സ്പർശിക്കാതെ ഭൗതിക ശക്തി നിലനിൽക്കുന്നു. കാരണസമുദ്രത്തിലാണ് സംഘർഷം നിന്നുള്ള ആദ്യ പുരുഷ വിസ്തരണമായ മഹാവിഷ്ണു ശയിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, മഹാസംഘർഷനാണ് പുരുഷ അവതാരങ്ങള് ഉണ്ടാകുന്നത്. അതില് 3 വിഷ്ണുവാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. കാരണദശായ വിഷ്ണു, ഗർഭോദശായ വിഷ്ണു, ക്ഷീരദശായ വിഷ്ണു. മഹാവിഷ്ണു ഭൗതിക ശക്തിയെ കടാക്ഷിക്കുകയും അവിടുത്തെ ഒരു പ്രതിഫലനത്താൽ അവിടുന്ന് സ്വയം ഭൗതിക ഘടകങ്ങളുമായി സംയോജിക്കുകയും ചെയ്യുന്നു. ഭൗതിക ദ്രവ്യങ്ങളുടെ ഉത്ഭവം എന്ന നിലയിൽ ഭൗതിക ശക്തിയെ പ്രധാനം എന്ന് വിളിക്കുന്നു. ഭൗതിക ആവിഷ്കാരങ്ങളുടെ പ്രഭവം എന്ന നിലയിൽ അത് മായ എന്നും അറിയപ്പെടുന്നു. പക്ഷെ ഭൗതിക പ്രകൃതിക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാനുള്ള ശക്തി ഇല്ല എന്ന അർത്ഥത്തിൽ മായാശക്തി നിശ്ചയാണ്, എന്ന് പറഞ്ഞാൽ ഇനർട്ട്. അവൾ മഹാവിഷ്ണുവിന്റെ കടാക്ഷത്താൽ ഭൗതിക പ്രപഞ്ചത്തെ പ്രത്യക്ഷമാക്കാൻ ഭാരം ഏൽപ്പിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ മൂലഹേതു ഭൗതിക ശക്തിയല്ല, മറിച്ച് ഭൗതിക പ്രകൃതിക്ക് മേലുള്ള മഹാവിഷ്ണുവിന്റെ അതീന്ദ്രിയമായ കടാക്ഷം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഇപ്പൊ മുൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്, എല്ലാത്തിൻ്റെയും സർവകാരണ കാരണം കൃഷ്ണനാണ്. കൃഷ്ണൻ എന്നാണ് എല്ലാം വിളിക്കുന്നത്, ആത്മീയ ശക്തി. അതിനുശേഷം മഹാവിഷ്ണു എല്ലാ ജീവസത്തുകളുടെയും സംഭരണിയായ ഗർഭോദശ വിഷ്ണുവായി എല്ലാ ബ്രഹ്മാണ്ടങ്ങളും പ്രവേശിക്കുന്നു. ഗർഭോദശ വിഷ്ണുവിൽ നിന്ന് ജീവസത്തിലെ പരമാത്മാവായ ക്ഷീരദശ വിഷ്ണു വിസ്തരിക്കുന്നു. ഗർഭോദശ വിഷ്ണുവിനും ഓരോ ബ്രഹ്മാണ്ടത്തിനുമുള്ള ഉള്ളിൽ സ്വന്തം വൈകുണ്ഠ ഗ്രഹമുണ്ട്. അവിടെ പരമാത്മാവായി അഥവാ പരമനിയന്താവായി അവിടെ നിന്ന് വികസിക്കുന്നു. ഗർഭോദശ വിഷ്ണു പ്രപഞ്ചത്തിന്റെ ജലം നിറഞ്ഞ ഭാഗത്ത് ശയിക്കും. ലോകത്തിലെ ആദ്യത്തെ ജീവസത്യായ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വിശ്വരൂപം ഗർഭോദശ വിഷ്ണുവിന്റെ ഒരു ഭാഗിക ആവിഷ്കാരമാണ്. ഇപ്പൊ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ഇത് നമ്മള് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധത്തിന്റെ ബൈൻഡില് ഈ പടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും പടം അതിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് വിഷ്ണു സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ ബ്രഹ്മാവ്. അതിനുശേഷം മഹാവിഷ്ണു എല്ലാ ജീവസത്തുകളുടെയും സംഭരണിയായ ഗർഭോദശ വിഷ്ണുവായി എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും പ്രവേശിക്കുന്നു. ഗർഭോദശ വിഷ്ണുവിന് ജീവസത്തുക്കളുടെ പരമാത്മാവായ ക്ഷീരദക്ഷനായി വിഷ്ണു വിസ്തരിക്കുന്നു. ഗർഭോദശ വിഷ്ണുവിനും ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ സ്വന്തം വൈകുണ്ഠ ഗ്രഹമുണ്ട്. അവിടെ പരമാത്മാവായി അഥവാ പരമനിയന്താവായി അവിടെ വിമർശിക്കുന്നു. ഗർഭോദശ വിഷ്ണുവിന്റെ പ്രപഞ്ചത്തിൽ ജലം നിറഞ്ഞ ഭാഗത്ത് ശയിക്കുകയും ലോകത്തിന്റെ ആദ്യ ജീവസത്യായ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വിശ്വരൂപം ഗർഭോദശ വിഷ്ണുവിന്റെ ഒരു ഭാഗിക ആവിഷ്കാരമാണ്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഉള്ളിലുള്ള വൈകുണ്ഠ ഗ്രഹത്തിൽ ഒരു ക്ഷീരസാഗരമുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിനും ഉള്ളിലുള്ള വൈകുണ്ഠ ഗ്രഹത്തിൽ ഒരു ക്ഷീരസാഗരമുണ്ട്. ആ സാഗരത്തിൽ വിഷ്ണു ഭഗവാൻ നിവസിക്കുന്ന ശ്വേതദ്വീപം എന്ന് വിളിക്കുന്ന ദ്വീപമുണ്ട്. അതുകൊണ്ട് ഈ അധ്യായം 2 ശ്വേതദ്വീപുകളെ പ്രതിപാദിക്കുന്നു. ഒന്ന് കൃഷ്ണലോകത്തിലെ ശ്വേതദ്വീപ്, നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഒന്ന് കൃഷ്ണലോകത്തിലെ ശ്വേതദ്വീപ്, മറ്റത് ബ്രഹ്മാണ്ടത്തിലെയും ക്ഷീരസാഗരത്തിലെ
ശ്വേതദ്വീപ്. അങ്ങനെ 2 ശ്വേതദ്വീപുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണധാമത്തിലെ ശ്വേതദ്വീപ് തന്റെ പ്രിയ ലീലകളാടാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട വൃന്ദാവനത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. കൃഷ്ണധാമത്തിലെ ശ്വേതദ്വീപ് തന്റെ പ്രിയ ലീലകളാടാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട വൃന്ദാവനത്തിൽ വ്യത്യസ്തമല്ല. ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും ശ്വേതദ്വീപിൽ വിഷ്ണു ഛത്രം, പാദുകങ്ങൾ, ശയ്യ, തലേണകൾ, വസ്ത്രങ്ങൾ, വസതി, പൂണൂൽ, സിംഹാസനം ആദിവായുടെ രൂപങ്ങളിൽ അവിടുന്ന് സേവനം ചെയ്യുന്ന ഭഗവാന്റെ ശേഷരൂപവും ഉണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിലും വിഷ്ണുവിന്റെ ഛത്രം, പാദുകം, ശയ്യ, തലേണകൾ, വസ്ത്രങ്ങൾ, വസതി, പൂണൂൽ, സിംഹാസനം ആദിയായ രൂപങ്ങളിൽ അവിടുന്ന് സേവനം ചെയ്യുന്ന ഭഗവാന്റെ ശേഷരൂപമുണ്ട്. കൃഷ്ണലോകത്തിലെ ബലദേവൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ ഭഗവാനെ സേവനം ചെയ്യാനായിട്ട് ശയ്യായിട്ടും അതായത് തലയണകൾ വസ്ത്രങ്ങളായിട്ടും വിസ്തരിക്കുന്നത് ശേഷരൂപം, അതായത് ബലരാമനാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും, മൃദംഗമായാലും കർത്താലായാലും അല്ലെങ്കിൽ ഭഗവാൻ ഉപയോഗിക്കുന്ന പാരപ്പണികൾ എല്ലാം നമ്മൾ കാലുകൊണ്ട് തൊടാൻ പാടില്ല എന്ന് പറയും, അല്ലെ? കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയോ കാലുകൊണ്ട് ചവിട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് തറയിൽ വെക്കാനും പാടില്ല. അപ്പൊ നമ്മൾ ഓരോന്നും കൈകൊണ്ട് തന്നെ എടുത്ത് അവ ഓരോ പ്ലേസിൽ വെക്കണം. അപ്പൊ കൃഷ്ണലോകത്തിലെ ബലദേവൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. അതുകൊണ്ട് നിത്യാനന്ദ പ്രഭു ആദി സംഘർഷനാകുന്നു. എല്ലാം ഒരാൾ തന്നെയാണ്. കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടൊപ്പം നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചു. അപ്പൊ അത് ആദി സംഘർഷൻ തന്നെയാണ്, എന്നുവെച്ചാൽ ബലരാമൻ തന്നെയാണ്. മഹാസംഘർഷനും ഭൗതിക പ്രപഞ്ചത്തിലുള്ള അവിടുത്തെ പുരുഷ വിസ്താരങ്ങളുമെല്ലാം നിത്യാനന്ദ പ്രഭുവിന്റെ സമഗ്ര വിസ്തരണങ്ങളാണ്. ഇപ്പൊ കൃഷ്ണലോകത്തിലെ ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ പുരുഷ വിസ്താരങ്ങളെല്ലാം നിത്യാനന്ദ പ്രഭുവിന്റെ സമസ്ത വിസ്താരണങ്ങളാണെന്ന് പറയുന്നത്. ഈ അധ്യായത്തിൽ ഗ്രന്ഥകർത്താവ് വീടുപേക്ഷിച്ച് വൃന്ദാവനത്തിലേക്ക് തീർത്ഥയാത്ര പോയതും അവിടെ അദ്ദേഹം നേടിയ സർവ വിജയങ്ങളുടെയും ചരിത്രവും വിവരിക്കുന്നു. ഗ്രന്ഥകർത്താവിന്റെ പിതൃഗൃഹവും ജന്മസ്ഥലവും കഠ്വ ജില്ലയിൽ നൈഹാട്ടിക്ക് സമീപമുള്ള താമടപുരം ഗ്രാമത്തിലായിരുന്നുവെന്നും ഈ വിവരണത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൃഷ്ണദാസ് കവിരാജന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ മഹാഭക്തനായിരുന്ന ശ്രീ മീന കേതന രാമദാസിനെ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ഗുണാർണവർണ്ണ മിശ്ര എന്ന പുരോഹിതൻ അദ്ദേഹത്തെ യഥാവിധി സ്വീകരിക്കാതിരിക്കുകയും കൃഷ്ണദാസന്റെ സഹോദരൻ നിത്യാനന്ദ പ്രഭുവിന്റെ മഹത്വങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പുരോഹിതന്റെ പക്ഷം പിടിക്കുകയും ചെയ്തു. അതുമൂലം ദുഃഖിതനായ രാമദാസൻ തന്നുടെ പുല്ലാങ്കുകൾ ഉടച്ച ശേഷം അവിടം വിട്ടുപോയി. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ സഹോദരന് ഇത് വലിയ ദുരന്തമായി തീർന്നു. ആ രാത്രി തന്നെ നിത്യാനന്ദ പ്രഭു കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി സ്വപ്നത്തിൽ വന്ന് അനുഗ്രഹിക്കുകയും അടുത്ത ദിവസം തന്നെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെടാൻ ആജ്ഞ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതാനിടയുണ്ടായ കാരണം. ഇപ്പൊ നമ്മൾ ഒന്നാം ശ്ലോകം മുതൽ വായിക്കാം. ഇത് ചാപ്റ്ററിന്റെ ഒരു ഉള്ളടക്കമാണ്. വന്ദേ അനന്താത്ഭുതൈശ്വര്യം നിത്യാനന്ദമീശ്വരം യസ്യേച്ഛയാ തത്സ്വരൂപം അജ്ഞേനാഭിനിരൂപ്യതേ. അനന്തവും അത്ഭുതവുമായ ഐശ്വര്യമുള്ള ഭഗവാൻ അവിടുത്തെ ഇച്ഛയിൽ മാത്രം പാമന് പോലും അവിടുത്തെ സുഖം മനസ്സിലാക്കാൻ കഴിയും. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ചന്ദ്ര.
ശ്രീ ചൈതന്യ മഹാപ്രഭു എല്ലാ സ്തുതികളും, നിത്യാനന്ദ പ്രഭുവിനും അദ്വൈതാചാര്യനും എല്ലാ സ്തുതികളും, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തർക്കും എല്ലാ സ്തുതികളും. ഈശ ശ്ലോകേ കഹില കൃഷ്ണ ചൈതന്യ മഹിമ പഞ്ചശ്ലോകി നിത്യാനന്ദ തത്വസീമ. ശ്രീ കൃഷ്ണ ചൈതന്യന്റെ മഹിമകൾ ഞാൻ 6 ശ്ലോകങ്ങളിലായി വിവരിച്ചു. ഇനി 5 ശ്ലോകങ്ങളിലായി നിത്യാനന്ദ പ്രഭുവിന്റെ മഹിമകൾ വിവരിക്കാം. സർവ അവതാരി കൃഷ്ണ സ്വയം ഭഗവാൻ താൻഹാരാതിഥിയാ ദേഹ ശ്രീ ബലരാം. ഭഗവാൻ കൃഷ്ണൻ അവതാരി എന്ന് പറഞ്ഞാൽ അവതാരങ്ങളുടെ ഉറവിടം എന്നർത്ഥം. അവതാരിയാകുന്നു. ബലരാമൻ അവിടുത്തെ ദ്വിതീയ ദേഹമാണ്, സെക്കൻഡ് എക്സ്പാൻഷൻ. അതാണ് നിരപേക്ഷ സത്യമായ ശ്രീകൃഷ്ണനാണ് മൂലസ്വരൂപനായ ആദിപുരുഷൻ. അവിടുത്തെ പ്രഥമ വിസ്തരണമാണ് ശ്രീ ബലരാമൻ. ഭഗവാന് അസംഖ്യം രൂപങ്ങൾ വികസിക്കാൻ കഴിയും. അപരിമിതമായ വിഭൂതികളുള്ള രൂപങ്ങളെ സ്വാംശങ്ങളെന്നും പരിമിത വിഭൂതികളുള്ള രൂപങ്ങളെ വിഭിന്നാംശങ്ങളെന്നും പറയും. ഇപ്പോ ഇവിടെ പറയുന്നത് വിഭിന്നാംശങ്ങൾ എന്താണ്, സ്വാംശങ്ങൾ എന്താണെന്ന് പറയുന്നു. അതായത് ഭഗവാൻ അസംഖ്യം രൂപങ്ങൾ വികസിക്കാൻ കഴിയും. അപരിമിതമായ വിഭൂതികളുള്ള രൂപങ്ങളെ സ്വാംശങ്ങള്, പരിമിത വിഭൂതികളുള്ള രൂപങ്ങളെ അത് ജീവസത്തകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വിഭിന്നാംശം എന്ന് പറയുന്നത്. ജീവസത്തകള് വിഭിന്നാംശത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവ രണ്ടും ഒരേ സ്വരൂപം തന്നെയാണ്. രൂപത്തിൽ മാത്രമാണ് ഇവർ തമ്മിൽ വ്യത്യസ്തർ. ബലരാമൻ കൃഷ്ണന്റെ പ്രഥമ രൂപവിസ്തരണമാകുന്നു. അവിടുന്ന് കൃഷ്ണലീലകൾ സഹായിക്കുകയും ചെയ്യുന്നു. ഏകൈ സ്വരൂപ ദോൻഹേ ഭിന്നമാത്രക്കായ ആദ്യക്കായ വ്യൂഹ കൃഷ്ണലീലാര സഹായ. എന്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ വായിച്ചത്. എന്റെ ഭാവാർത്ഥം, ബലരാമൻ കൃഷ്ണന്റെ ഒരു സ്വാംശ വിസ്തരണമാണ്. അതിനാൽ ശക്തി വൈഭവത്തിൽ കൃഷ്ണനും ബലരാമൻ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അവരുടെ ശരീരഘടകങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഭഗവാന്റെ പ്രഥമ വിസ്തരം എന്ന നിലയിൽ ബലരാമൻ ആദ്യ ചതുർവ്യൂഹത്തിലെ മുഖ്യമൂർത്തിയും കൃഷ്ണന്റെ അതീന്ദ്ര ലീലകളിൽ അഗ്രഗണ്യനായ സഹായിയുമാണ്. അപ്പോ പ്രഭുപാദരും പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണനും ബലരാമനും തമ്മിൽ വ്യത്യാസമില്ല, ഒരേ കളറിലുള്ള വ്യത്യാസമാണ്. അതായത് ബലരാമൻ വൈറ്റ്, ഒരേ ഭഗവാന്റെ എക്സ്പ്രഷനാണ്. അപ്പൊ അവർ തമ്മിൽ വ്യത്യാസമില്ല, അവരുടെ ശരീരഘടനകളിൽ മാത്രമാണ് വ്യത്യാസം എന്നുള്ളത്. പക്ഷെ ശ്രീകൃഷ്ണന്റെ ബലരാമന്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാല് ഭഗവാന്റെ ലീലകളെ അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. ആയി അവതാരമായ ശ്രീകൃഷ്ണ നവദ്വീപേ ചൈതന്യ ചന്ദ്ര ശ്രീ ബലരാമ സംഘേ നിത്യ. ആ ആദിപുരുഷനായ ശ്രീകൃഷ്ണൻ നവദ്വീപിൽ ചൈതന്യ മഹാപ്രഭുവായും ബലരാമൻ അവിടെ നിന്നൊപ്പം നിത്യാനന്ദ പ്രഭുവായും ആവിർഭവിച്ചു. ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണൻ, നിത്യാനന്ദ ബലരാമൻ. സംഘർഷണ കാരണോദശായി ദശായി പയോദശായി സന്നിധ്യ മന്ദാഖ്യ രാമ ശരണം നമസ്തു. നിത്യാനന്ദരാമൻ എന്റെ നിരന്തര സ്മരണയ്ക്കുള്ള വിഷയമാകട്ടെ. ഇതൊരു പ്രാർത്ഥനയാണ്. സംഘർഷനും അനന്തശേഷനും കാരണ ഗർഭ ക്ഷീരസാഗരങ്ങളിൽ ശയിക്കുന്ന വിഷ്ണുമാരുമെല്ലാം അവിടുത്തെ സമഗ്ര അംശങ്ങളുടെ അംശങ്ങളുമാകും. ഭാവാർത്ഥം, സ്വരൂപ ഗോസ്വാമി ഈ ശ്ലോകം നിത്യാനന്ദ പ്രഭുവിന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി തന്റെ കുറിപ്പ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു.
ശ്രീ ചൈതന്യ ചരിതാമത്തിലെ ആദ്യ 14 ശ്ലോകങ്ങളിൽ 7-ാമത്തേതാണ് ഈ ശ്ലോകം. ശ്രീ ബലരാമ ഗോസാനി മൂലസംഘർഷണ പഞ്ചരൂപധരീ കരേന കൃഷ്ണേത സേവന. ബലരാമനാണ് മൂലസംഘർഷണം. ശ്രീകൃഷ്ണ സേവനാർത്ഥം അവിടുന്ന് മറ്റ് 5 രൂപങ്ങൾ എടുക്കുന്നു. അപനേ കരണേ കൃഷ്ണലീലാ സഹായ സൃഷ്ടിലീലാ കാര്യകരേതരീച്ഛായ ചാരിക്കയ. ശ്രീകൃഷ്ണ ലീലകളിൽ അവിടുന്ന് നേരിട്ട് സഹായിക്കുന്നു. സൃഷ്ടികാര്യങ്ങളിൽ മറ്റു 4 രൂപങ്ങളിലൂടെ അവിടുന്ന് നിർവഹിക്കുകയും ചെയ്യുന്നു. സൃഷ്ടാദിക താൻരാജ്ഞാരപാലനം ശേഷരൂപേ കരേ കൃഷ്ണേര വിവിധ സേവന. സൃഷ്ടികാര്യങ്ങളിൽ അവിടുന്ന് കൃഷ്ണന്റെ ആജ്ഞകൾ നിർവഹിക്കുകയും ശേഷരൂപത്തിൽ കൃഷ്ണന് വേണ്ടി വിവിധ രീതികളിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, രാമായണത്തില് ബലരാമൻ തന്നെയാണ് ലക്ഷ്മണനായി വരുന്നതും ശ്രീകൃഷ്ണ ലീലയില് ബലരാമനായിട്ടും അവതരിക്കുന്നു. പക്ഷെ എല്ലാ അവതാരത്തിലും ഉദ്ദേശം ഭഗവാന്റെ ലീലകളെ സഹായിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നു, വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ആദ്യ ചതുർവ്യൂഹത്തിൽ മുഖ്യനായ ബലരാമൻ മൂലസംഘർഷനുമാണ്. കൃഷ്ണന്റെ പ്രഥമ വിസ്തരണമായ ബലരാമൻ 5 രൂപങ്ങളിൽ വിസ്തരിക്കുന്നു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നു. 1 മഹാസംഘർഷണം, 2 കാരണദശായി, 3 ഗർഭോദശായി, 4 ക്ഷീരോദശായി, 5 ശേഷം. അപ്പൊ ഈ 5 ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന് 5 രൂപങ്ങൾ എടുക്കുന്നു പറയുന്നുണ്ട്. 5 രൂപങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 1 മഹാസംഘർഷണം, 2 കാരണദശായി, 3 ഗർഭോദശായി, 4 ക്ഷീരോദശായി, 5 ശേഷം. ആത്മീയവും ഭൗതികമായ വിശ്വാവിഷ്കാരങ്ങൾക്ക് കാരണം 5 രൂപങ്ങളിൽ ബലരാമൻ കൃഷ്ണനെ അവിടുത്തെ പ്രവൃത്തികൾ സഹായിക്കുന്നു. ഈ രൂപങ്ങളിൽ ആദ്യത്തെ 4-നും വിശ്വാവിഷ്കാരത്തിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ശേഷന് ഭഗവാന് വേണ്ടിയുള്ള സ്വകാര്യ സേവനത്തിന്റെ ചുമതലയാണുള്ളത്. ശേഷനെ അനന്തൻ അഥവാ അപരിമിത എന്ന് വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ഭഗവാന്റെ എണ്ണമറ്റ വിസ്തരണങ്ങൾക്കും വൈവിധ്യം നിറഞ്ഞ അനന്തമായ സേവനങ്ങൾ അനുഷ്ഠിച്ചും സഹായം നൽകുന്നു. സത്, ചിത് എന്നിവയെ സംബന്ധിച്ച് എല്ലാ വ്യവഹാരങ്ങളിലും കൃഷ്ണന് സേവനം പ്രദാനം ചെയ്യുന്ന സേവക ഭഗവാനാണ് ബലരാമൻ. ബലരാമന്റെ വേറൊരു പേരാണ് സേവക ഭഗവാൻ. അതേ സേവക ഭഗവാനാകുന്ന ബലരാമനായ നിത്യാനന്ദ പ്രഭു ഗൗരംഗ മഹാപ്രഭുവിന്റെ നിരന്തര സഹവാസത്തിലൂടെ അതേ സേവനം ചെയ്യുന്നു. അപ്പൊ എല്ലാ അവതാരത്തിലും ബലരാമൻ ഭഗവാനെ സേവിക്കുന്നു. കോമൺ, അതായത് ഒരേ ധർമ്മം തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പൊ അതുപോലെ എത്ര വിസ്തരണങ്ങളുണ്ട്. എല്ലാ അവതാരങ്ങളിലും ഒരേപോലെ ഭഗവാന് സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. ഇതാണ് ശ്രീ ബലരാമന്റെ മഹാത്മ്യം. സർവരൂപ ആസ്വാദേ കൃഷ്ണസേവാനന്ദ ശ്രീ ബലരാമ ഗൗരസംഗേ നിത്യാനന്ദ. എല്ലാ രൂപങ്ങളിലും അവിടുന്ന് കൃഷ്ണന്റെ അതീന്ദ്രിയ സേവന ആനന്ദം അനുഭവിക്കുന്നു. അതേ ബലരാമനാണ് ഗൗരംഗസുന്ദരന്റെ സഖാവായ നിത്യാനന്ദ പ്രഭു. അപ്പൊ ഈ സേവനത്തിലൂടെ വെറുതെ സേവനം ചെയ്യല്ല, ആ സേവനം ചെയ്യുന്നതിൽ കൂടി ബലരാമനും അത് ആനന്ദം ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു ജീവാത്മാവിന് ശാശ്വതമായ ആനന്ദം ലഭിക്കുന്നത് ഭഗവാന്റെ സേവനത്തിൽ കൂടിയാണ്.
അപ്പൊ അതുപോലെ ബലരാമനും ഭഗവാൻ സേവനം ചെയ്ത് അത് ആനന്ദം അനുഭവിക്കുകയാണ്. സപ്തമശ്ലോകേര അർത്ഥകരി ചാരിശ്ലോകേ യാതേ നിത്യാനന്ദ തത്വാജാനേ സർവലോകേ. ഏഴാമത്തെ ശ്ലോകം അതേ തുടർന്ന് ഉള്ള 4 ശ്ലോകങ്ങളിൽ ഞാൻ വിശദീകരിച്ചു. ഈ ശ്ലോകത്തിലൂടെ നിത്യാനന്ദ തത്വങ്ങളെ ലോകത്തിന് മുഴുവൻ അറിയാൻ കഴിയും. മായാതീതേ വ്യാപി വൈകുണ്ഠലോകേ പൂർണ്ണൈശ്വര്യേ ചതുർവ്യൂഹമധ്യേ രൂപം യസ്യാധാതി സംകർഷണാഖ്യം തം നിത്യാനന്തരാമം പ്രപദ്യേ. ഇത് നിത്യാനന്ദ പ്രഭുവിന്റെ പ്രണാമ മന്ത്രമാണ്. ചതുർവ്യൂഹങ്ങളിൽ, അതായത് വാസുദേവൻ, സംഘർഷൻ, പദ്മൻ, അനിരുദ്ധൻ. സംഘർഷൻ എന്നറിയപ്പെടുന്ന നിത്യാനന്ദ രാമന്റെ ചരണകമലങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. സർവ ഐശ്വര്യ സമ്പൂർണനായ അവിടുന്ന് ഭൗതിക സൃഷ്ടിയിൽ നിന്നും വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്നു. ഭാവാർത്ഥം: സ്വരൂപ ദാമോദര ഗോസ്വാമിയുടെ കുറിപ്പ് പുസ്തകത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യ 14 ശ്ലോകങ്ങളിൽ 8ാമതായി ഇത് കാണപ്പെടുന്നു. 14ാമത്തെ ശ്ലോകം: പ്രകൃതിരപാരം വ്യോമനാമേ നാമ കൃഷ്ണ വിഗ്രഹ വിഭൂതി ആദി ഗുണവാൻ. ഭൗതിക പ്രകൃതിക്ക് അപ്പുറത്തായി പരമവ്യോമം എന്ന ആത്മീയ ആകാശം സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണനെ പോലെ തന്നെ അതും ഷഡൈശ്വര്യ സമ്പൂർണമാണ്. ഇതിന്റെ ഭാവാർത്ഥം 3 പേജുണ്ട്, വായിക്കാം. സാഖ്യശാസ്ത്രം പറയുന്ന അനുസരിച്ച് ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് 24 മൂലകങ്ങൾ കൊണ്ടാണ്. 5 സ്ഥൂലദ്രവ്യങ്ങൾ, 3 സൂക്ഷ്മദ്രവ്യങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, മഹത്വത്വം, അതായത് മൊത്തം ഭൗതിക ശക്തി. ഈ ദ്രവ്യങ്ങൾക്ക് അതീതമായി പോകാൻ കഴിയാത്ത അനുഭവ തത്വവാദികൾ അഥവാ അതീതമായതെന്തും അവ്യക്തം അഥവാ അനിർവചനീയമാണെന്ന് ഊഹിക്കുന്നു. പക്ഷെ ഈ 24 മൂലങ്ങൾക്ക് അതീതമായ ലോകം അനിർവചനീയമല്ല, അത് സനാതന പ്രകൃതിയാണ് എന്ന് ഭഗവത്ഗീതയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഭൗതിക പ്രകൃതിയുടെ വ്യക്തവും അവ്യക്തവുമായ അസ്തിത്വത്തിനു മുകളിൽ പരമവ്യോമം അഥവാ ആത്മീയാകാശം എന്ന് വിളിക്കപ്പെടുന്ന സനാതന പ്രകൃതിയുണ്ട്. ആ പ്രകൃതി ആത്മീയമായതിനാൽ അവിടുത്തെ ത്രിഗുണാത്മകമായ ഭേദങ്ങളില്ല. അവിടെയുള്ളതെല്ലാം ആധ്യാത്മികമാണ്, എല്ലാം ശ്രേഷ്ഠമാണ്. എല്ലാറ്റിനും ശ്രീകൃഷ്ണന്റെ തന്നെ ആധ്യാത്മിക രൂപമുണ്ട്. ആത്മീയ ആകാശം ശ്രീകൃഷ്ണന്റെ അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരമാണ്. അത് അവിടുത്തെ ബഹിരംഗ ശക്തിയാൽ ആവിഷ്കരിക്കപ്പെടുന്ന ഭൗതിക ആകാശത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ടാണ്. അതായത് 2 ശക്തികൾ, അതായത് ഒന്ന് ആത്മീയ ശക്തി, ഒന്ന് ഭൗതികമായിട്ടുള്ളത്. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചു, ആത്മീയ ആകാശത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിന്റെ ഒരു പ്രതിബിംബമാണ് ഈ ഭൗതിക ലോകം. അതിന്റെ ഒരു 4/1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് 24 മൂലകങ്ങളുടെ സംയോജനമാണ്. അപ്പൊ അതിവിടെ നമ്മൾ ഭഗവത്ഗീത 13ാം അധ്യായത്തില് എനിക്ക് തോന്നുന്നു 6ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു. അപ്പൊ അതില് ഈ 24 മൂലകങ്ങളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 24 മൂലകം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. 13 അത് ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോളൂ. 13-ല്
ആറാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 13:6. മഹാഭൂതാനി അഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശകം ച പഞ്ചേന്ദ്രിയ ഗോചര ഇച്ഛാദേശ സുഖം ദുഃഖം സംഘചേതനാകൃതി യഥക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. അപ്പൊ അതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദര് 24 മൂല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 5 മഹാഭൂതങ്ങൾ, ബുദ്ധിയഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവജാലങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് 5 ഇന്ദ്രിയ വിഷയങ്ങള്, മനസ്സുൾപ്പെടെയുള്ള 11 ഇന്ദ്രിയങ്ങള്, ഇതിനെയാണ് നമ്മൾ കർമ്മക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ആത്മീയ ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ആന്തരിക ശക്തിയാണ്, അന്തരംഗ ശക്തി. ബഹിരംഗ ശക്തിയുടെ ആവിഷ്കാരമാണ് ഈ ഭൗതിക പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇങ്ങനെ പോകുന്നു. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉജ്ജ്വല പ്രകാശകിരണങ്ങളാൽ രചിക്കപ്പെട്ട സർവ്വവ്യാപിയായ അവ്യക്തഗത ബ്രഹ്മം വൈകുണ്ഠ ഗ്രഹങ്ങളോടൊപ്പം ആധ്യാത്മികാകാശത്തിൽ നിലകൊള്ളുന്നു. ഭൗതിക വ്യോമവുമായുള്ള താരതമ്യത്തിലൂടെ നമുക്ക് ആത്മീയ വ്യോമത്തിന്റെ ഏകദേശ രൂപം ലഭിക്കും. ഭൗതിക ആകാശത്തിൽ സൂര്യരശ്മികളെ ഭഗവാന്റെ തിളങ്ങുന്ന കിരണങ്ങളായ ബ്രഹ്മജ്യോതിയോട് താരതമ്യം ചെയ്യാം. ഇപ്പോ ഭൗതിക ആകാശത്തിലെ സൂര്യരശ്മികളെ ഭഗവാന്റെ തിളങ്ങുന്ന കിരണങ്ങളായ ബ്രഹ്മജ്യോതി, അത് ബ്രഹ്മജ്യോതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന രശ്മികളാണ്. ഇപ്പൊ ബ്രഹ്മജ്യോതിയിൽ എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആ ബ്രഹ്മജ്യോതിയിൽ തന്നെ എണ്ണമറ്റ വൈകുണ്ഠ ലോകങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പൊ ആധ്യാത്മികവും സൂര്യനേക്കാൾ പല മടങ്ങ് ജ്വലിക്കുന്ന കിരണങ്ങളോട് കൂടി സ്വയം പ്രകാശിക്കുന്നവയുമാണ്. അപ്പൊ സൂര്യനേക്കാളും പല മടങ്ങ് ജ്വലിക്കുന്ന കിരണങ്ങളോട് കൂടി സ്വയം പ്രകാശിക്കുന്നവയുമാണ് അവിടെ ഉൾപ്പെട്ട എണ്ണമറ്റ വൈകുണ്ഠ ലോകങ്ങൾ. ഭഗവാൻ ശ്രീകൃഷ്ണനും അവിടുത്തെ എണ്ണമറ്റ സമഗ്ര അംശങ്ങളും അവയുടെ അംശങ്ങളും ഓരോ വൈകുണ്ഠ ലോകത്തിലും ആധിപത്യം പുലർത്തുന്നു. ആധ്യാത്മിക ആകാശത്തിലെ ഏറ്റവും ഉയർന്ന മേഖലയാണ് കൃഷ്ണലോകം എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭഗവാന്റെ സൃഷ്ടിയെ കുറിച്ച്. അപ്പൊ ഇതില് ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് കൃഷ്ണലോകം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 3 വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ദ്വാരക, മധുര, ഗോലോകം. അപ്പൊ അവിടെ ശാശ്വതമായിട്ട് ഭഗവാന്റെ ലീലകൾ നടന്നുകൊണ്ടിരിക്കുക. തികച്ചും ഭൗതികവാദിയായ ഒരാൾക്ക് തീർച്ചയായും ഈശ്വര സാമ്രാജ്യം ഒരു നിഗൂഢതയാണ്. അജ്ഞനായ ഒരു മനുഷ്യന് പര്യാപ്തമായ ജ്ഞാനത്തിന്റെ അഭാവത്താൽ എല്ലാം തന്നെ നിഗൂഢമാണ്. ദൈവ സാമ്രാജ്യം ഒരു കടങ്കഥയല്ല എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. നമ്മുടെ ശിരസിനുള്ളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഭൗതിക ഗ്രഹങ്ങൾ പോലും അജ്ഞാനികൾക്ക് ഇപ്പോഴും നിഗൂഢതയാണ്. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ഈ നിഗൂഢതയിലേക്ക് തുളച്ചു കയറാനുള്ള ഉദ്യമത്തിലാണ്. ഈ ഭൂമിയിലെ ജനങ്ങൾ ശൂന്യാകാശത്തിലൂടെ സഞ്ചരിക്കാനും ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങളുടെ വൈവിധ്യങ്ങൾ തങ്ങളുടെ സ്വന്തം കണ്ണുകളാൽ കാണാൻ കഴിയുന്ന ഒരു നാൾ വന്നേക്കാം. നാം നമ്മുടെ സ്വന്തം ഗ്രഹത്തിൽ കാണുന്നത് പോലെ ഓരോ ഗ്രഹത്തിലും ധാരാളം ഭൗതിക വൈവിധ്യങ്ങളുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാല് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇപ്പൊ സാധാരണ ഒരു വ്യക്തിക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്, ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. നമുക്കറിയാം, ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങളിൽ എന്താണ്, അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ഗ്രഹം,
പക്ഷെ അവർക്ക് ഒന്നും ഒരു കണ്ടുപിടുത്തവും നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഗ്രഹങ്ങളിലേക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ പ്രഭുപാദർ പറയുന്നത് ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങളുടെ വൈവിധ്യങ്ങൾ തങ്ങളുടെ സ്വന്തം കണ്ണുകളാൽ കാണാൻ കഴിയുന്ന ഒരു നാൾ വന്നേക്കാം. അപ്പൊ ഇത് ഭക്തന്മാർക്ക് മാത്രമേ സാധ്യമാകൂ. ഈ ഭൗതിക ലോകത്ത് നമ്മൾ മുക്തി നേടി കഴിയുമ്പോൾ നമുക്ക് ആത്മീയ ആകാശം കാണാൻ ഒരു അവസരം ഉണ്ടാകും. ഈ ഭൂമി വിശ്വഘടനയിൽ നിസ്സാരമായ ഒരു ബിന്ദു മാത്രമാണ്. എന്നിട്ടും ശാസ്ത്ര പുരോഗതിയുടെ മിഥ്യാബോധത്താൽ ഗർവം കൊണ്ടുന്ന വിഡ്ഢികളുടെ മനുഷ്യർ മറ്റു ഗ്രഹങ്ങളിൽ ലഭ്യമാകുന്ന നാനാവിധ സൗകര്യങ്ങളെ കുറിച്ച് അറിവില്ലാതെ ഈ ഗ്രഹങ്ങളിൽ തങ്ങളുടെ സാമ്പത്തിക വികസനമെന്ന പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ ശക്തി മുഴുവൻ കേന്ദ്രീകരിക്കുന്നു. ആധുനിക ജ്യോതിശാസ്ത്ര പ്രകാരം ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടേതിനേക്കാൾ വ്യത്യസ്തമാണ്. അതുമൂലം ചന്ദ്രനിൽ പോകുന്ന ഒരാൾക്ക് കനത്ത ഭാരങ്ങൾ ഉയർത്തുവാനും വളരെ ദൂരത്തിലേക്ക് ചാടുവാനും കഴിയും. നമുക്ക് ചന്ദ്രനെ കുറിച്ചാണ് പ്രഭുപാദർ പറയുന്നത്. ഒരാൾക്ക് കനത്ത ഭാരങ്ങൾ ഉയർത്തുവാനും വളരെ ദൂരത്തേക്ക് ചാടുവാനും കഴിയും. ഹനുമാന് മലകൾ പോലുള്ള വലിയ ഭാരങ്ങൾ ഉയർത്തുവാനും സമുദ്രം ചാടിക്കിടക്കുവാനും കഴിഞ്ഞിരുന്നതായി രാമായണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും സാധ്യമാണെന്ന് ആധുനിക ജ്യോതിശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മള് രാമേശ്വരം പോകുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കാം കല്ല്, ആ ഒരു പ്രത്യേക പാലം കെട്ടിയ കല്ല് ഇങ്ങനെ വെള്ളത്തില് ഫ്ലോട്ട് ചെയ്ത് കാണും, കിടക്കുന്നത് കാണും. പരിഷ്കാരികളായ ആധുനിക ജനങ്ങളുടെ രോഗം അവർക്ക് വേദശാസ്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാറ്റിനോടുമുള്ള അവിശ്വാസമാണ്. അവിശ്വാസികളായ ഭക്തർക്ക് ആത്മസാക്ഷാത്കാരന്റെ പുരോഗതി ആർജിക്കാനാകില്ല. എന്തെന്നാൽ അവർക്ക് ആധ്യാത്മിക ശക്തി എന്തെന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാനാകില്ല. ഒരു ആൽമരത്തിന്റെ ചെറിയ ഫലം 100 കണക്കിന് വിത്തുകൾ അടങ്ങുന്നതും അതിൽ ഓരോ വിത്തും ദശലക്ഷക്കണക്കിന് അതുപോലുള്ള ഫലങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ആൽമരത്തെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നതുമാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ നമുക്ക് മുന്നിൽ ദൃശ്യമാണ്. അതിന്റെ പ്രവർത്തനം നമ്മുടെ രാജ്യത്തിന് അതീതമാണെങ്കിലും ഭഗവത് ശക്തിയുള്ള നിസ്സാരമായ ഒരു ഉദാഹരണമാണിത്. ഒരു ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഇതുപോലുള്ള ധാരാളം പ്രതിഭാസങ്ങളുണ്ട്. പ്രഭുപാദര് ചെറിയൊരു ഉദാഹരണം പറയണം. ആൽവൃക്ഷത്തിൽ നമുക്കറിയാം, ആൽവൃക്ഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വൃക്ഷമാണ്. പക്ഷെ അത് ഉണ്ടാകുന്നത് ചെറിയ ഒരു വിത്തിൽ നിന്നാണ്, അല്ലെ? അപ്പോ പിന്നെ ആ വിത്ത് വീണ്ടും എത്രയോ ആൽമരങ്ങൾ ഉത്പാദിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഇതാണ് ഭഗവാന്റെ സൃഷ്ടിയുടെ ഒരു വിശേഷം. പക്ഷെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് അതിനെക്കുറിച്ച് എന്ത് വിശദീകരണം നൽകാൻ കഴിയും? അതാണ് പ്രഭുപാദർ ചോദിക്കുന്നത്. വെറുതെ നമ്മൾ അഹങ്കരിച്ച് നടക്കുന്നു. അതറിയാം, ഇതറിയാം, അല്ലെങ്കിൽ ഭാവിയിൽ അത് കണ്ടുപിടിക്കും, ഇത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ആധുനിക ശാസ്ത്രജ്ഞൻ, അതാണ് പ്രഭുപാദർക്ക് എപ്പോഴും ഈ ശാസ്ത്രജ്ഞന്മാരോടും മായാവതികളോടും എപ്പോഴും ദേഷ്യമാണ്. കാരണം അതിൽ തെറ്റായ പ്രചാരണമാണ് നൽകുന്നത്. ഒരു അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയും. ഇപ്പൊ നിരീശ്വരവാദികൾ പറയപ്പെടുന്നവർ തന്നെ അവർ ദൈവം ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ശരിക്കും ശാസ്ത്രീയമായിട്ട് അവർക്ക് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, ഉണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ ആത്മാർത്ഥതയുണ്ട്. പക്ഷെ ഇല്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അപ്പൊ ഉള്ളത് കൊണ്ടാണല്ലോ ഇല്ല എന്ന് പറയുന്നത്. സർവ്വതും വാസ്തവത്തിൽ അചിന്ത്യമാണ്. കാരണം ശരിയായ വ്യക്തിക്ക് മാത്രമേ സത്യം വെളിപ്പെടുകയുള്ളൂ. ബ്രഹ്മാവ് മുതൽ നിസാരനായ ഉറുമ്പ് വരെ വ്യത്യസ്തനായ ജീവികളുണ്ടെങ്കിലും അവയുടെ എല്ലാം അറിവിന്റെ വികസനം വ്യത്യസ്തമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 84 തരം ജീവജാലങ്ങളെ കുറിച്ച്. ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ബ്രഹ്മാവും ഭഗവാന്റെ സൃഷ്ടിയാണ്. അതുപോലെ നിസാരനായി നമ്മൾ കരുതുന്ന ഉറുമ്പ്. പക്ഷെ അവയുടെ എല്ലാം അറിവിന്റെ വികസനം വ്യത്യസ്തമാണ്. ഓരോ ജീവികളിലും വ്യത്യസ്തമാണ്. അതിനാൽ നാം ശരിയായ സ്രോതസ്സിൽ നിന്ന് വേണം ജ്ഞാനം സ്വീകരിക്കാൻ. തീർച്ചയായും വൈദിക സ്രോതസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അപ്പൊ ശരിയായ സ്രോതസ് എന്ന് പറയുമ്പോൾ വൈദിക ജ്ഞാനമാണ്. 4 വേദങ്ങൾ, അവയുടെ അനുബന്ധ പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം, സ്മൃതികൾ എന്നറിയപ്പെടുന്ന അവയുടെ ഉപസിദ്ധാന്തങ്ങളും എല്ലാം അറിവിന്റെ
ആധികാരിക സ്രോതസ്സുകളാണ് പ്രഭുപാദ പറയുന്നത്. അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ജ്ഞാനം ഇതേ സ്രോതസ്സുകളിൽ നിന്ന് നാം നിസ്സങ്കോചം സ്വീകരിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫോടെ വായിച്ച് അവസാനിപ്പിക്കാം. എല്ലാത്തിനെയും നമ്മുടെ നിസാരമായ തലച്ചോറ് കൊണ്ട് പരിശോധിക്കാനുള്ള നമ്മുടെ വൈരുദ്ധ്യാത്മകമായ ആഗ്രഹം നിമിത്തം വേദജ്ഞാനം ആദ്യം അവിശ്വാസീയമായി അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഊഹാപോഹ മാർഗങ്ങളിലൂടെ ജ്ഞാനസമ്പാദനം സദാ അപൂർണമാണ്. വേദശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്ന ജ്ഞാനം അവയ്ക്ക് പര്യാപ്തമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ള ആചാര്യന്മാരാൽ സ്ഥിരീകരിക്കപ്പെട്ടുള്ളതാണ്. ഈ ആചാര്യനിൽ നിന്നും ആരും ശാസ്ത്രങ്ങളെ അവിശ്വസിച്ചിട്ടില്ല. ശാസ്ത്രങ്ങളെ അവിശ്വസിക്കുന്നവൻ നിരീശ്വരവാദി. അപ്പൊ ആരാണ് നിരീശ്വരവാദി എന്ന് പറയുന്നുണ്ട്? ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാളും സ്വന്തം ആശയങ്ങൾ മാത്രം വിശ്വസിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളാണ് നിരീശ്വരവാദി. ഒരു നിരീശ്വരവാദി എത്ര തന്നെ മഹാനായാലും നാം അയാളുടെ ഉപദേശം തേടരുത്. പലപ്പോഴും അവര് പറയുന്ന എല്ലാം ശരിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചെവി വെച്ചു പോകും. പക്ഷെ അത് പറയുന്നത് നമ്മൾ കേൾക്കും. നമ്മുടെ ആധികാരികമായ സ്രോതസ് എന്ന് പറഞ്ഞാൽ വൈദിക ജ്ഞാനമാണ്. വേദശാസ്ത്രം, സാധു ശാസ്ത്രജ്ഞന്മാര്, ആചാര്യന്മാര്, ശാസ്ത്രങ്ങൾ അവയുടെ വൈവിധ്യങ്ങളോട് കൂടി ദൃഢമായി വിശ്വസിക്കുന്ന ഒരുവനാണ് നമുക്ക് ജ്ഞാനം നൽകാൻ കഴിയുന്ന യോഗ്യനായ വ്യക്തി. അത്തരം ജ്ഞാനം ആരംഭത്തിൽ ചിലപ്പോൾ അചിന്ത്യമായി അനുഭവപ്പെട്ടേക്കാം. പക്ഷെ യോഗ്യനായ അധികാരി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം വെളിപ്പെടുത്തുകയും അനന്തരം അതിനെക്കുറിച്ചുള്ള സംശയം ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ 14 ശ്ലോകം വരെ വായിച്ചു നിർത്തി. അപ്പൊ ഇതില് 5:45 ചെറിയൊരു എക്സ്പ്ലനേഷൻ. അതായത് നമുക്ക് ഒരു സാധാരണ വ്യക്തിക്ക് പെട്ടെന്ന് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ശാസ്ത്രം സ്വീകരിക്കുന്ന ഒരാളിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ ആമുഖത്തിന്റെ പ്രഭുപാദ് പറഞ്ഞത്, സാത്വികമായെങ്കിലും ഭഗവാൻ പരമദിവ്യത്യമ പുരുഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഭഗവത്ഗീത പഠനം തുടങ്ങാൻ. അപ്പൊ പലപ്പോഴും നമ്മൾ സപ്താഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ ഇന്ന് കേൾക്കാറുണ്ട്, മീൻസ് നടക്കുന്നുണ്ട്. അപ്പോ പലർക്കും അതില് പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പക്ഷെ അവർക്ക് അത് വിശ്വാസമില്ലാതെ വെറുതെ പ്രഭാഷണം പറയുന്നു. തിയറിറ്റിക്കൽ നോളജ്, പക്ഷെ അവർക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു മാത്രമാണ് നമുക്ക് ആ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത്. 3 വിധത്തിൽ നമ്മൾ ബ്രഹ്മേതി, പരമാത്മേവി, ഭഗവാനേതി, സത്യേതി എന്ന് പറഞ്ഞു. ഭഗവാൻ റിയലൈസേഷൻ ഭക്തന് മാത്രമാണ് കിട്ടുന്നത്. ഒരിക്കലൊരു നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഒരു പ്രഭാഷണം കേട്ടിട്ട് ഒരു കള്ളൻ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ ആഭരണങ്ങൾ മോഷ്ടിക്കാനുമായിട്ട് വൃന്ദാവനത്തിൽ ചെല്ലുകയും ചെയ്തു. അപ്പോ അവിടെ ചെന്ന് ഭഗവാനെ കണ്ടപ്പോൾ ആ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള എല്ലാ ആഭരണങ്ങളും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ഒരു ആഭരണം മാത്രം മിസ്സാവുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ആ ഭഗവാനെ കാണുമ്പോൾ തന്നെ ആ ഭഗവാനെ കയറി പിടിക്കുമ്പോൾ ആ കള്ളന് തന്റെ പാപങ്ങള് അല്ലെങ്കിൽ ദുശ്ചിന്തകളെല്ലാം നശിക്കുകയും ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യും. പിന്നീട് ആ പ്രഭാഷകനോട് പോയി കൃഷ്ണ കണ്ട കാര്യം പറയുമ്പോൾ എന്ന് പറയുന്നു, ആ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ആ കള്ളൻ ആ സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഭഗവാനെ കാണുകയും ഇല്ല. ഭഗവാൻ കള്ളന് മാത്രം ആ ദർശനം കൊടുക്കുകയും ഈ പ്രഭാഷണം നടത്തിയ ആളിന് അവനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ ഭഗവാനോട് ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് ദർശനം നൽകുന്നില്ല എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, വിശ്വാസമില്ല,
കള്ളൻ നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് എന്നെ കാണാൻ വന്നു. പക്ഷെ പ്രഭാഷകന് ഇത് പ്രഭാഷണം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ പൂർണ്ണമായ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ അതാണ് ഇവിടെ പ്രഭാതിൽ പറയുന്നത്. നമ്മള് നിരീശ്വരവാദികൾ പറയുന്നത് നമ്മൾ ഒരിക്കലും കേൾക്കരുത്, അവരിൽ നിന്ന് കേൾക്കരുത്, മായാവാദികളിൽ നിന്ന് കേൾക്കരുത്, ശാസ്ത്രജ്ഞന്മാർ പറയുന്നതും നമ്മൾ കേൾക്കാൻ പാടില്ല. നമ്മൾ ആധികാരികമായ സ്രോതസ് എന്ന് പറഞ്ഞാല് ഈ വൈദിക ശാസ്ത്രമാണ്. ശാസ്ത്രം സാധു ഗുരു. ഹരേ കൃഷ്ണ. 5:45 കഴിഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. 14 വരെ വായിച്ചല്ലേ പ്രഭു? ഒന്ന് നോട്ട് ചെയ്തോളൂ മാതാജി. 14 വരെ വായിച്ചു. അടുത്ത ശ്ലോകം 15 മുതല്. അപ്പൊ ഞാൻ അധികം എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല, പക്ഷെ പ്രഭുപാദിൽ പറയുന്ന കാര്യം തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും നിങ്ങൾ സംശയം ഉണ്ടെങ്കിലും പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ മഹാപ്രഭു की जय, നിത്യാനന്ദ ബലറാം की जय. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു പ്രഭു. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇതൊരു വായിച്ച് ഞാൻ പറഞ്ഞാൽ മതില്ലേ പ്രഭു? ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.